നമസ്കാരം. അളിയന്റെ റേഡിയോയുടെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അരുൺ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പാർവതിയുണ്ട്, തമ്പിയുണ്ട്, പിന്നെ പ്രാഞ്ചിയുണ്ട്, പിന്നെ ഞാനും. ആരും പേടിക്കണ്ട, ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും പഴയ കുയിലിനാഥത്തിനുടമയായ നമ്മുടെ മിഥുൻ അവിടെ പോയെന്ന്. മിഥുന് യാതൊരു കുഴപ്പമില്ല, മിഥുൻ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലില്ല. പുള്ളി ഒരു ചെറിയ റെസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അരുൺ പറഞ്ഞപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഓർത്തത് 12ാമത്തെ എപ്പിസോഡായി നമ്മളിപ്പോ. അപ്പം അത് ഭയങ്കര ഒരു സക്സസ് ആണ്. 12 സക്സസ്ഫുൾ എപ്പിസോഡ്. അതെ, നമ്മുടെ എല്ലാവരും ഒരു കോൺട്രിബ്യൂഷൻ നല്ലത് തന്നെയായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും നമ്മൾ കലാലയമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം കലാലയത്തിലെ വിഷയങ്ങൾ പറഞ്ഞാൽ തീരില്ല. നമ്മുടെ നല്ല നല്ല സമയങ്ങൾ നമ്മളാക്കി വാർത്തെടുത്ത ഒരു വലിയ നല്ലൊരു സമയം തന്നെ. അപ്പൊ അത് പറഞ്ഞാൽ തീരാത്തത്തരം കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിന്ന് പാർവതിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ പറയാനായിട്ട് കലാലയത്തില്. ഒരുപാടുണ്ട്. പിന്നെ എടുത്തു പറയാൻ ഉണ്ടല്ലോ, ഫസ്റ്റ് കോളേജിൽ പോയ ആ ഒരു ഇൻസിഡന്റ് തന്നെ പറയാം. ഫസ്റ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് ആണ് പഠിച്ചത്. ട്രിവാൻഡ്രത്ത് എവിടെയായിരുന്നു? ട്രിവാൻഡ്രത്ത് ഞാൻ MG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ. അവിടെ ആദ്യം ഒരു വർഷം ഞാൻ എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി. അപ്പോൾ ആ ഒരു വർഷം ഞാൻ കോളേജ് ബസ്സിലാണ് വരെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കോളേജിൽ റാഗിങ് കംപ്ലീറ്റ്ലി നടത്താൻ പാടില്ല. റാഗിങ് ഇല്ല. ജൂനിയേഴ്സിൻ്റെ അടുത്ത് സീനിയേഴ്സ് സംസാരിക്കുന്ന കണ്ടാൽ തന്നെ പിടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് കഷ്ടമല്ലായിരുന്നു. ഫസ്റ്റ് ഇയർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിന് സ്റ്റാഫ് റൂമിൻ്റെ തൊട്ടടുത്ത ക്ലാസ് റൂമേ കൊടുക്കുള്ളൂ. സീനിയേഴ്സ് അവിടെ ഒന്നും കറങ്ങാൻ വരില്ല. അപ്പം മെയിനായിട്ട് റാഗിങ് നടക്കുന്നത് കോളേജ് ബസ്സിലാണ്. അതുവരെ കോളേജ് ബസ്സിൻ്റെ പരിസരത്ത് പോലും വരാത്തവർ ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ 2 ആഴ്ച കംപ്ലീറ്റ് ബസ്സിലായിരിക്കും. വന്ന് നമ്മളെന്തോ ഫ്രണ്ട് കയറി നിൽക്കും. ബാക്ക് സൈഡ് ഫുള്ള് സീനിയേഴ്സ് നിറഞ്ഞിരിക്കും. ബാക്കിലോട്ട് പോയാൽ അവർ പിടിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോയി നിൽക്കും. എന്നാലും അവർ വിളിക്കും, ആളെ വിട്ട് വിളിപ്പിച്ച് ബാക്കിലോട്ട് എടുക്കും. അപ്പോൾ എനിക്കും കിട്ടി ഒരു ദിവസം. എനിക്കും കിട്ടി. അല്ല, വിളിച്ചു. അന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ വിളിച്ചാലും പേടിച്ച് വേറാന്ന് പറയും. വിളിച്ചു വന്ന് പേരെന്താ, ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാം ചോദിച്ചു. പേരെന്താ, ഇറങ്ങുന്ന സ്ഥലം എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പേരെന്താ, വീട് എവിടെ, വീട്ടിൽ ആരൊക്കെയുണ്ട്, എല്ലാ ഡീറ്റെയിൽസും സകലമായ ഡീറ്റെയിൽസും ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ വിട്ടു. വേറെ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഇറങ്ങിപ്പോയി. പിറ്റേന്ന് വരുമ്പോൾ നമ്മൾ കാണുമല്ലോ, ഈ ആളെ കാണുമ്പോഴത്തേക്ക് എത്രയെങ്കിൽ പേടിയാ. നേരിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ എതിരെ നടന്ന് വരുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ ഓടും ക്ലാസ്സിലോട്ട്. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുടെ അടുത്ത്, എൻ്റെ ഫ്രണ്ട് സ്നേഹരത്ത്, ഞാൻ പറഞ്ഞു ഇന്ന ആളാണ് എന്നെ ബസ്സിൽ വിളിച്ച് ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കിയെന്നുള്ളപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആളാടി, അയാളാണ് എന്നെ വിളിച്ച് ഇങ്ങനെ തിരക്കിയെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു, അയ്യേ അവൻ ഫസ്റ്റ് ഇയർ ഇലക്ട്രിക്ക് പഠിക്കുന്ന പയ്യനാണ്. ശരിക്കും സംഭവിച്ചെന്തോ, അവനെ റാഗ് ചെയ്തതാ. അവനെ സീനിയേഴ്സ് വിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാങ്ങാൻ അവനാണ് ശരിക്കും റാഗിങ് കിട്ടിയത്. അവനെ വിട്ടിട്ട് ഇന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടതാ. ശരിക്കും അവനാ ടാസ്ക് കിട്ടിയത്. ഞാൻ പേടിച്ചു. പിന്നെ നമ്മൾ 2 പേരെയും കൂടെ ഒരുമിച്ച് ഒരു ദിവസം ബസ്സിൽ പിടിച്ച് നിർത്തിയിട്ട് സ്ക്രിപ്റ്റ് നമ്മൾ തരാം, നിങ്ങൾ 2 നിന്ന് അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിൽ പിടിച്ച് നിർത്തി. നീ ഓംലെറ്റ് ഉണ്ടാക്കിയോ, നീ വെയിറ്റ് ചെയ്ത്, നീ അവിടെ ഇരിയെന്ന് പറഞ്ഞു. ഞാൻ മുട്ടയൊക്കെ എടുത്ത് പൊട്ടിച്ചൊഴിച്ച് പറഞ്ഞു, സ്റ്റൗ കത്തിക്കണ്ട, പാൻ വെക്കണ്ട, എണ്ണ ഒഴിക്കണ്ട, നീ ഡയറക്റ്റ് എടുത്ത് അടുപ്പിൽ ഇടുവാണോ എന്ന് വെച്ചു. ഞാൻ ശരി. അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് മുട്ടയൊക്കെ ഇട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു. അഭിനയിക്കണം. കൊടുത്ത് അവൻ്റെ കയ്യിലോട്ടം കൊടുത്താൽ മതി. കൊടുത്ത് അവൻ കഴിക്കാൻ തുടങ്ങി, ചൂടൊന്നുമില്ല, നീ ഡയറക്റ്റ് കഴിക്കുകയാണ്. അഭിനയിക്കണം. ഒയ്യോ പൊള്ളുന്നു അതൊക്കെ കാണിക്കണം. എല്ലാം കഴിച്ച് സൂപ്പറാണ്. അവ ഏതോ ഡയലോഗും കൂടെ പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ടല്ലോ. അതാണ് നിൻ്റെ അടുത്ത് ഡയലോഗ് ഞാൻ പറഞ്ഞുതരും, ഞാൻ പറയുന്ന ഡയലോഗ് നീ പറഞ്ഞാൽ, നീ കൈ നിട്ടൊന്നും പറയണ്ട. അപ്പോഴത്തേക്ക് ശരി, വെയിറ്റ് ചെയ്ത്. അപ്പം നീ ചോദിക്കണം, കൊള്ളാമോ? ഞാൻ കൊള്ളാമോ? അപ്പം നീ പറ കൊള്ളാന്ന്. കൊള്ളാം. ശരി, ഓക്കെ. പിന്നെ കൂട്ടായി ചേട്ടന്മാരുമായിട്ട്, പിന്നെ ഭയങ്കര കമ്പനിയായി. ഈ പാട്ട് പാടിപ്പിക്കുകയും ഡാൻസ് കളിപ്പിക്കുകയും അവരെ കാണുമ്പോൾ സല്യൂട്ടിയുടെ പരിപാടി അതൊന്നും ഇല്ലായിരുന്നു. എനിക്ക് മെയിനായിട്ട് കിട്ടിയത് ഇതാ. കിട്ടിയിട്ടുണ്ടാവാം. ആ സമയത്ത് പേടിയായതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ബ്രേക്ക് ടൈമിലാണ് ഇവർ എവിടെയെങ്കിലും പാത്തിരിക്കും. ടീച്ചേഴ്സിന് കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഇവർ പാത്തിരിക്കും. നമ്മളെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും പിടിക്കും. ബാബാമാർ ഇങ്ങോട്ട് വന്നിരിക്കില്ല. അപ്പോൾ അവർക്ക് കാണാൻ പറ്റാത്തൊരു പോയിന്റ് എത്തുമ്പം അവരകത്തോട്ട് പിടിച്ചു നിർത്തിയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ കുറേ ദിവസം ബ്രേക്ക് ടൈമിന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങൂല, ക്ലാസ്സിൽ തന്നെ ഇരിക്കും. പിന്നെ സാധാരണ റാഗിങ് കിട്ടുമ്പോൾ നമ്മള് 1-2 ആഴ്ച നമ്മളെല്ലാരും കണ്ടു പഠിക്കലാണ്.
എങ്ങനെയാണ് ഈ റാഗിങ് എന്നൊക്കെ കണ്ടുപിടിക്കുമല്ലോ. ഒന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പഠിക്കും, ചിലപ്പോ ഗ്രൗണ്ടിൽ പോകാൻ പഠിക്കും, കാഫറ്റേരിയ പോകാൻ പഠിക്കും. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയവർ തിരിച്ചു വരുമ്പോൾ പറയും ഇന്ന സ്ഥലത്തുനിന്ന് പോക്കി, നമ്മൾ ആ ഏരിയയിൽ പോകില്ല. പിന്നെ മിക്കതും ചിലവരുടെ സെക്കൻഡ് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് താഴെ കാണാലോ. അവർ മിക്കതും താഴെ ഇങ്ങനെ ആക്കി, അപ്പൊ മുകളിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. മെയിൻ ആയിട്ട് ആ സ്റ്റെയറിന്റെ ആ സൈഡിലാണ്, അപ്പൊ ആർക്കും കാണാൻ പറ്റില്ല. അവിടെ അവരിങ്ങനെ പാത്തിരിക്കും. അതെ. പിന്നെ ബസ്സിൽ ആ ചേട്ടന്മാരായിട്ട് നല്ല കമ്പനിയായി. അല്ല, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഒക്കെ ആയപ്പോ വരുന്ന പിള്ളേരൊന്നും റാഗ് ചെയ്തിട്ടില്ലേ? അയ്യോ, നമ്മൾ കഴിഞ്ഞിട്ട് വന്ന ജൂനിയേഴ്സ് ഇച്ചിരി പ്രശ്നമായിരുന്നു കേട്ടോ. നമ്മൾ നോക്കിയ നമ്മുടെ ജൂനിയേഴ്സ്, നമ്മളൊരു വെറുതെ ബസ്സിലൊക്കെ വിളിച്ച് ഡ്രാഗിങ് എന്ന് തന്നെ പറയാൻ പറ്റില്ല, പക്ഷെ നോക്കിയ കംപ്ലൈന്റ് ചെയ്യുന്ന പിള്ളേരായിരുന്നു, അല്ലെന്ന പിള്ളേരായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അല്ല, പാർവതി ആരെങ്കിലും അങ്ങനെ റാഗ് ചെയ്തിട്ടുണ്ടോ? റാഗ് ചെയ്തിട്ടില്ല. നമുക്കങ്ങനെ ചിന്ത വന്നപ്പോഴേ ബാക്കിയുള്ളവർക്ക് അനുഭവം കിട്ടിയത് അറിഞ്ഞുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല. അലമ്പ് പിള്ളേര്, അതൊരു അങ്ങനെ ഒരു സ്പിരിറ്റിൽ എടുക്കണ്ടേ നമ്മൾ വിളിക്കുമ്പോൾ. വെറുതെ പേര് ചോദിക്കാൻ ഈവൻ നോക്കിയാ പോലും കംപ്ലൈന്റ് ചെയ്യുന്ന പിള്ളേര്. അലൊന്നും പിള്ളേരെ കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടില്ല. ഇച്ചിരി ഒരു ജാടയുള്ള ടീംസ് ആയിരുന്നു. അല്ല, റാഗിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊക്കെ കിട്ടിയ റാഗിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് റാഗ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, ദൈവദൂതന്മാരെ പോലെ നമ്മളെ പയ്യനടാന്ന് പറയും. പക്ഷെ നമ്മൾ ആ ഒരു സമയം വരെ ഒന്ന് പേടിച്ചിരിക്കും. അപ്പോഴേക്കും എനിക്കൊക്കെ ആ സമയത്ത് നമ്മുടെ ഒരു ചേട്ടനെ കണ്ടു. പുള്ളി പറഞ്ഞ് അത് നമ്മുടെ പയ്യനട വിട്ടേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ എന്നോട് മുഖത്തൊക്കെ പിടിച്ചിട്ട് ചുള്ളനാണുള്ളൊരു പാട്ടൊക്കെ പാടിക്കൊണ്ട് പക്ഷെ പാടാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും മറ്റേ പുള്ളിനെ രക്ഷപ്പെടുത്തി. അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഈ റാഗിങ് ഒക്കെ നല്ലതാണ് ഒരു കണക്കിന്. പറഞ്ഞ റാഗിങ് വേണം, കാരണം എല്ലാവരും ഒന്ന് ബോൾഡ് ആക്കി എടുക്കാനും വരുന്നവരെ ബോൾഡ് അത്യാവശ്യമൊക്കെ സ്ട്രോങ് ആവും, അത്യാവശ്യമൊക്കെ ബോൾഡ് ആവും. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അതിര് വിട്ട് ഭയങ്കര ഓവറായി പോകും. അതുകൊണ്ടാണല്ലോ എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള മിക്ക കോളേജിലും ഇപ്പൊ റാഗിങ് ബാൻ ചെയ്തു, ഈ ഒറ്റൊരു പ്രശ്നം കാരണം. പക്ഷെ റാഗിങ് ഒരു പരിധി വരെയൊക്കെ നല്ലതാണ്. അല്ല, റാഗിങ് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള റാഗിങ്. നമ്മളൊക്കെ മുകളിൽ ഇപ്പൊ ഈ പറഞ്ഞ് നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാണുമ്പോൾ താഴെ സീനിയേഴ്സ് ചെയ്യണത് അവര് ഈ കൈമൊക്കെ മെല്ലെ പിച്ചിട്ടൊക്കെയാണ് റാഗ് ചെയ്യുക. അതൊക്കെ ഭയങ്കര വേദനിപ്പിക്കല്ലേ. നമ്മളെ 2-3 ആഴ്ചത്തേക്ക് നേരത്തേക്ക് താഴെ വാഷ്റൂമാണ്, താഴെയാണ്, പോവില്ല, സ്കൂളിലിരിക്കും. ഫ്രാൻസിന് കിട്ടിയിട്ടുണ്ടോ ഇതിലും ഇപ്പൊ ഈ പറഞ്ഞാലും കൂടുതലുള്ള എന്തെങ്കിലും? എനിക്ക് റാഗിങ് കിട്ടിയിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ പേര് റാഗ് ചെയ്യണത്. അത് ഭയങ്കര അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കോളേജിലൊക്കെ. റൂമിൽ കയറി റാഗ് ചെയ്തത് ഒരുത്തൻ ബ്ലോക്ക് ചെയ്തപ്പോൾ അവനെ മെല്ലെ കൊണ്ടുപോയിട്ട് അവർ സ്കൂൾ റൂമിലിട്ടിട്ട് അടിയാണ്. പിന്നെ സൗണ്ട് മാത്രമല്ലോ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാർവതി ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയ കഥയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ പാർവതി എന്തായാലും പഴയ റാഗിങ്ങിന്റെയും ഓർമ്മകളൊക്കെ നിർത്തിക്കൊണ്ട് കലാലയത്തിലെ ഓർമ്മകളൊക്കെ നിർത്തി ഇതിലൊരു പാട്ടങ്ങ് പാടിക്കോ. ഓക്കെ. എന്നോടെന്തിനീ പിണക്കം, ഇന്നുമെന്തിനാണെന്നോടു പരിഭവം. എന്നോടെന്തിനീ പിണക്കം, ഇന്നുമെന്തിനാണെന്നോടു പരിഭവം. ഒരുപാടു നാളായി കാത്തിരുന്നു, നീയൊരു നോക്കു കാണാൻ വന്നില്ല. ചന്ദനത്തെന്നലും പൂനിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ. എന്നോടെന്തിനീ പിണക്കം, ഇന്നുമെന്തിനാണെന്നോടു പരിഭവം. കണ്ണെഴുതിയൊരുണ്ണി
കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു കണ്ണിൽ കാർത്തിക ദീപം കൊളുത്തി പൊൻകിനാവിൻ ഊഞ്ഞാലിൽ ഇന്ദേ നീ മാത്രമാടാൻ വന്നില്ല. പൊൻകിനാവിൻ ഊഞ്ഞാലിൽ ഇന്ദേ നീ മാത്രമാടാൻ വന്നില്ല. എന്നോടെന്തിനീ പിണക്കം, എന്നും എന്തിനാണെന്നോടു പരിഭവം, എന്നും എന്തിനാണെന്നോടു പരിഭവം. അപ്പോൾ പാർവതിയുടെ റാഗിങ്ങിൻ്റെ കഥ ഇപ്പം ഞാൻ എൻ്റെ റാഗിങ്ങിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളൊരു അവസ്ഥകളാണ്. എനിക്ക് അങ്ങനെ പേഴ്സണലി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എൻ്റെ കലാലയ ജീവിതത്തിൻ്റെ കുറേ ഓർമ്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പം ഓർത്തെടുക്കുമ്പോൾ ഒന്ന് നമ്മളുടെ വിനോദയാത്ര എന്ന് പറയുന്ന ആ ഒരു സംഭവം, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഒന്ന്. പക്ഷേ നമ്മൾ ഈ 5ാം ക്ലാസ് മുതൽ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ചങ്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗോള പ്രശ്നം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നു. എപ്പോഴാണെന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു എക്സാമിൻ്റെ സമയത്ത് ഞാൻ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ വെച്ചു. നിങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ. അപ്പോൾ 8ാം ക്ലാസ്സിൽ കോപ്പി അടിക്കാൻ വെച്ചപ്പോണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര്, ഒരുത്തൻ്റെ പേര് അബ്ബു എന്നാണ്, മറ്റേവൻ്റെ പേര് ജിൻസൺ. അപ്പോൾ ഇവർ 2 പേരും അപ്പോൾ നീ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ലേ, അത് വെച്ചോ, കുഴപ്പമില്ലടാ വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കോപ്പി അടിച്ച് വെച്ചു, അത് പിടിച്ചു ചെയ്തു. അപ്പോൾ അത് പിടിച്ചത് എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്, ടീച്ചർ. അപ്പോൾ ടീച്ചർ കറക്റ്റ് ടൈമിൽ വയ്ക്കും, അപ്പം തന്നെ പിടിച്ചു. പിന്നെ എക്സാം എഴുതണ്ട. അപ്പോൾ ടീച്ചർ പറഞ്ഞു നാളെ പേരൻസ് ആയാലും കൊണ്ടുവന്നിട്ട് നിങ്ങൾ എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എക്സാമിൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ 2 പേരുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോയി. ഇവർ 2 പേരും ഈ ഡെസ്കിൽ ഇവർ 2 പേരും കിടന്ന് ആലോചിക്കുകയാണ്. ഞാനിവിടെ ഇരുന്ന് ദുഃഖിച്ചിരിക്കുക, ഇതിപ്പോൾ ഇങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അന്നത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. കാരണം വേറെ എന്താ പറയുക, നമുക്ക് അതിന് വലിയ പ്രശ്നം വേറെ വന്നിട്ടില്ല. അപ്പോൾ ഇത് എപ്പോഴും എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള സംഭവം. പിന്നെ വീട്ടിൽ പോയി പറഞ്ഞ് അമ്മോട് പറഞ്ഞ് അങ്ങനെ അത് 2 അടിയും കിട്ടി ടീച്ചറെ എക്സാമൊക്കെ എഴുതിപ്പിച്ചിട്ടാണ്. അതൊരു ഓർമ്മ. പിന്നെ അതേപോലെ തന്നെ റാഗിങ്ങിൻ്റെ സംഭവങ്ങൾ പോലെ തന്നെ +2 പഠിക്കുന്ന സമയത്ത് ഇപ്പം അമ്മയ്ക്ക് ഒരു പ്രത്യേക ഒരു ആഗ്രഹമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മക്കൾ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കണം, നിങ്ങൾ ബസ് കയറിയിട്ടൊന്നും കഷ്ടപ്പെട്ടിട്ട് സ്കൂളിലേക്ക് പോകണ്ട ഒക്കെ ആഗ്രഹിക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് അപ്പം അമ്മ വിചാരിച്ചു ഇവൻ അങ്ങനെയാണെങ്കിൽ സ്കൂൾ ബസ്സിൽ പൊക്കോട്ടെ. ഇപ്പോൾ +2 പഠിക്കുമ്പോഴാണ് +1 ഫസ്റ്റ് ദിവസം അപ്പോഴേക്കും അമ്മ പറഞ്ഞ് അമ്മ സ്കൂൾ ബസ്സൊക്കെ സെറ്റാക്കി. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ എന്നെ മലയാളം അവിടെ പഠിപ്പിക്കുന്ന ടീച്ചറും അവിടെ നിന്ന് തന്നെ കയറുക നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു നീ ബസ്സിൽ പോയാൽ മതി, സൈക്കിളിലൊന്നും പോകണ്ട, ബസ് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് സെറ്റാക്കി. ഞാൻ എന്നിട്ട് ബസ് കാത്തിക്കട്ടെ. ബസ് കാത്തിക്കുമ്പോൾ ആഗ്രഹം ബസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കുറച്ച് ആമ്പിള്ളേരൊക്കെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണെന്ന് കയറുന്നത്. ഞാൻ കയറിയപ്പോൾ അവിടെ കണ്ടക്ടറായിട്ടുള്ള ചേട്ടൻ പറഞ്ഞു ബാക്കിലായിരുന്നു, ഫ്രണ്ടിൽ കയറിക്കാന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ കയറിയപ്പോൾ ഉണ്ട് ബാക്കിൽ ഫുള്ള് പെമ്പിള്ളേരാണ്, ഞാൻ മാത്രമാണ് ഒരു സ്റ്റുഡന്റ് റാഗിയല്ല. ഇവർ വന്നിട്ട് റാഗിന്റെ സമയത്ത് അത് പറയും. അതാണ് റാഗിന്റെ സമയത്ത് അവർ പറഞ്ഞു. അത് അങ്ങനെ ഞാൻ ഫസ്റ്റ് കാലോചിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അയ്യോ ഇന്ന് ഇറങ്ങി ഓടിയാലോ. ഒക്കെ ഫ്രണ്ടില് ഡ്രൈവർ മാത്രമുള്ളൂ, പിന്നെ ഈ ഇയാൾ മാത്രമുള്ളൂ ആണുങ്ങളായിട്ട്. ബാക്കി ഈ ലോങ് സീറ്റ് ഉണ്ടല്ലോ ഫ്രണ്ടിലിരിക്കണത്, അതിലൊക്കെ പെൺപിള്ളേരാ. അപ്പം ഞാൻ കയറി, ഞാൻ വന്നിട്ട് ഫ്രണ്ടിൽ ആ ലോങ് സീറ്റിന്റെ ഫ്രണ്ടിലില്ലേ ഈ ബസ്സിന്റെ സ്ഥലങ്ങളുടെ പേര് എഴുതിക്കുന്ന ബോർഡൊക്കെ ഇല്ലേ, അതിന്റെ ആ ഫ്രണ്ടില് പേടിച്ചു എന്നിട്ട് ഇരുന്ന് അടുത്ത സ്റ്റോപ്പിൽ ടീച്ചർ കയറിയിട്ട് എൻ്റെ അപ്പുറത്ത് വന്നിരുന്നു. ഞാൻ ബാക്കിലോട്ട് നോക്കണില്ല, ഞാൻ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക. ക്ലാസ്സിലെത്തിയിട്ട് ഇത് പറഞ്ഞിട്ടായിരുന്നു പിള്ളേർ കളിയാക്കിയായിരുന്നു. അന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ബസ്സിൽ കയറിയില്ല, ഞാൻ തിരിച്ച് വേറെ ഫ്രണ്ടിൻ്റെ സൈക്കിളിൽ ഒരുമിച്ചിട്ട് വരിക ചെയ്തത്. വീട്ടിലെത്തി അമ്മോട് പറഞ്ഞു ഇനി ഞാൻ ബസ്സിൽ പോകണില്ല. കാരണം നമുക്ക് അങ്ങനെ പറഞ്ഞാല് അന്ന് ഇച്ചിരി ചമ്മലുള്ള ഒരു ടൈപ്പാണ് ഞാൻ കൂടുതൽ. കാരണം നമ്മള്
10th വരെ പഠിക്കാൻ നമുക്ക് എല്ലാ പിള്ളേരും അറിയാം. +1 +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതിൽ 1-2 പേരെ നമുക്ക് പരിചയമുള്ളവരുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുതിയ പിള്ളേരല്ലേ. അപ്പോൾ അത് അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ആ ബസ് യാത്ര ഒരു സംഭവമായിരുന്നു. ഇപ്പം പാർവതി ബസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഒരു ബസ്. നമുക്ക് ആ ബസ്സിൽ നിന്ന് അന്നേരം ഇറങ്ങാനും പറ്റൂല, തിരിച്ച് വരുമ്പോൾ വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ എന്നാലും ഈ പെൺപിള്ളേരൊക്കെ അവിടെ നമ്മൾ മുമ്പോടെ പോകുമ്പോഴേ ഇവരൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. റാഞ്ചി ആ ബസ് ഇപ്പോഴും റൂട്ടിൽ ഓടുന്നുണ്ടോ? ഉണ്ടാവും, ഞാൻ പിന്നെ നോക്കിയിട്ടില്ല, ആ വഴിക്കാൻ പോയിട്ടില്ല. നോക്കിയിട്ടും കാര്യമില്ല. അല്ല, ഇപ്പോ ആലോചിക്കുമ്പോ അത് ശരിക്കും മിസ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരാളൊരു ഫ്രണ്ടായിട്ട് അന്നേരം ഉണ്ടെങ്കിൽ നമ്മളത് ശരിക്കും ഒരു എന്താ പറയാ എക്സ്പ്ലോർ ചെയ്തേനെ. പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ടു പോയി. അതിന്റെ ഒക്കെ നടുക്ക് ഇങ്ങനെ പെട്ടുപോകാന്നുള്ള അവസ്ഥ എന്നൊക്കെ പറഞ്ഞ ആലോചിച്ച് നോക്കി. നിറച്ചും പെൺപിള്ളേര് ഒരാള് മാത്രം. ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോ ഏതെങ്കിലും പെൺകുട്ടി വന്ന് കേറി കഴിഞ്ഞാല് ഞാൻ എഴുന്നേറ്റ് നിക്കണ്ടെന്നുള്ള ഗതികേടുള്ള ചിന്തിക്കുന്നത്. അപ്പോ അറമ്പയ്ക്ക് ചെറിയൊരു അസൂയുള്ള പോലെ ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം, ആലോചിച്ച് നോക്കി. പിന്നെ പിറ്റേ ദിവസം ആ ടീച്ചറെ കണ്ടുകൂട്ടെ ഞങ്ങള്. പിന്നെ അപ്പോൾ ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചർ ആദ്യം ഒരു ചിരിച്ച്. അപ്പോൾ പിന്നെ അണ്ട് ചോദിച്ചു, ഇപ്പോൾ ബസ്സിൽ വരുന്നില്ലേ ചോദിച്ചു. അപ്പോൾ അമ്മ അപ്പുറത്തേക്ക് ഉണ്ട്. അപ്പോൾ അമ്മ അതിൻ്റെ ആൻസർ എന്തോ പറഞ്ഞു. പക്ഷെ എനിക്ക് കലിപ്പ് മൊത്തം അമ്മോടായിരുന്നു വന്നിട്ട് മിസ് പണിട്ടൻ. അപ്പൊ പ്രാഞ്ചിപ്പിനി പാടാൻ പോകുന്ന പാട്ട് വല്ല ബസ് യാത്രയുമായിട്ട്? ഈ പാട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ്. നമ്മുടെ കലാലയൊക്കെയായിട്ട് കണക്ഷൻ ഉള്ളൊരു പാട്ടായിരിക്കും തോന്നുന്നു. കാരണം വെച്ചാൽ പൊടിമീശ മുളയ്ക്കുന്ന കാലം എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ട്. പൊടിമീശ മുളയ്ക്കണ കാലം, അതാണ് ആ പാട്ട്. അതൊരു നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു കലാലയ സമയത്ത്, കാരണം ആ സമയത്തൊക്കെയാണല്ലോ നമുക്ക് ഈ താടി മീശയൊക്കെ വളർന്നു വരുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രാഞ്ചി സെലക്ട് ചെയ്ത പാട്ട് നല്ല സൂപ്പർ പാട്ടാണ്. അപ്പൊ ആ പാട്ടിലേക്ക് പോവാം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്. അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. അറിയാതെ കഥ നാട്ടിലാരുമേ അറിയാതെ, കാറ്റുപോലും അറിയാതെ, അവൾ പോലും അറിയാതെ മണിമാളികയോടിക്കേറിയതെന്തു കൊതിച്ചാണ്. അവളെ കാണണം, ഒരു കുറി കാണണമെന്നൊരു തോന്നലു കൊണ്ടാണ്. അവൾ ആരുടെ പെണ്ണാണ്? പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിലെ ബാൻഡടി മേളം. അപ്പൊ തമ്പിക്ക് എന്താണ് പറയാനുള്ളത്? കലാലയ ജീവിതത്തില് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എനിക്കറിയാം. എന്നാലും നമ്മുടെ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ അതിനൊരു സിനിമയ്ക്കുള്ള കഥയുണ്ടാവും. ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടുകാരുടെ എല്ലാ സെക്യൂരിറ്റിയും നമ്മൾ വിട്ടുമാറി നമ്മളായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നൊരു കാലഘട്ടമാണ്. നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നതും പ്രോബ്ലംസ് പുതുതായിട്ട് ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെ സോൾവ് ചെയ്യുക. കാരണം പല കാര്യങ്ങളും വീട്ടുകാരെ അറിയിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ തന്നെ പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ തന്നെ സോൾവ് ചെയ്യും. നമ്മളെപ്പോലെ പ്രശ്നക്കാരുള്ള കുറേ കൂട്ടുകാരെയും കിട്ടും. അവിടെ നിന്നാണ് നമ്മൾ ജീവിക്കാൻ പഠിക്കുന്നത്. അപ്പം ഞാൻ പഠിച്ച നാട്ടിലാണ്. അപ്പോൾ ആ സമയത്ത് തുടക്കകാലത്ത് റാഗിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
ഒരു കിളി പാറിയ അവസ്ഥയായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാനും പറ്റില്ല. നമുക്ക് നാട്ടിൽ നിന്ന് പറിച്ച് നട്ട കൂട്ടുകാർ, വീട്ടുകാർ അങ്ങനെ കിളി പാറി നടന്ന സമയത്ത് നമ്മളെപ്പോലെ നടക്കുന്ന കുറച്ചെണ്ണം വന്ന് കൂടി. അപ്പൊ തമ്പി പഠിച്ച് ഡെയിലി വീട്ടിൽ നിന്ന് പോയവരാണ് വീട്ടുകാർ നമ്മൾ നന്നായിട്ട് പഠിക്കട്ടെ എന്ന് വെച്ചാൽ അവിടെ ശരി. അങ്ങനെ വന്ന് കൂടിയ ഒരു 6-7 കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ ഉണ്ട്. അങ്ങനെ ഓരോ വർഷം പ്രശ്നങ്ങൾ കൂടി 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 ഫൈനൽ ഇയർ ആയപ്പോഴത്തേനും പ്രശ്നങ്ങൾ, നാട്ടിലെ പഠിക്കുന്ന പ്രശ്നങ്ങൾ പറയാം. ഇപ്പം നിങ്ങൾ പുറത്ത് പഠിച്ച പോലെ അല്ല, ഇവിടെ ചെറിയ അപ്പുറത്ത് പറമ്പിൽ പോയി മൂത്രം ഒഴിച്ചാൽ അല്ലെങ്കിൽ അതിലെ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അതിന് സസ്പെൻഷൻ. അങ്ങനെ ഫൈനൽ ഇയർ ആയപ്പോൾ ഒരു 3 സസ്പെൻഷൻ കിട്ടി. സസ്പെൻഷൻ കിട്ടി. പക്ഷെ അത് വലിയ സീനൊന്നും അല്ല കേട്ടോ. അന്ന് വീട്ടുകാർ കട്ട സപ്പോർട്ടാണ്. ഇപ്പോൾ ഓരോ സസ്പെൻഷൻ കിട്ടിയിട്ട് അപ്പനെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറയും. അപ്പം എല്ലാവർക്കും പേടിയാണ്. അപ്പം ഞാൻ സംഭവം ഉണ്ടാകുമ്പോൾ നേരെ വീട്ടിലേക്ക് വിളിക്കും. വീട്ടിൽ വിളിച്ചിട്ട് അപ്പനോട് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, നീ എന്നാ ഇതേ ഇങ്ങനെ ചോദിക്കുള്ളൂ. ആ ചോദ്യം ചോദിച്ചിട്ട് പുള്ളി മുഴുവൻ കേട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയാകുമ്പോൾ കോളേജ് വരും. കോളേജ് വന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോകുന്നു. പിന്നെ ആദ്യം എന്നെ കൊണ്ടുപോകത്തില്ല, ഞങ്ങൾ പോയിട്ട് എന്തൊക്കെയോ സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും. അങ്ങനെ ആദ്യത്തെ സസ്പെൻഷൻ, 2ാമത്തെ സസ്പെൻഷൻ, 3ാമത്തെ സസ്പെൻഷൻ കഴിഞ്ഞ് ലാസ്റ്റ് പ്രശ്നങ്ങൾ കുറച്ച് കൈവിട്ട് പോയപ്പോഴത്തേനും പുള്ളി പ്രിൻസിപ്പൾ നിനക്ക് ഡിസ്മിസ്സിൽ തരുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് സബ്ജക്ട്സ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞു എക്സാമൊക്കെ എഴുതിക്കോ, അത് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിൻ്റെ അപ്പനെ കൂട്ടി വരണ്ട, പരീക്ഷ എഴുതാൻ മാത്രം നീ വന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കോളേജ് ജീവിതം അവിടെ അവസാനിച്ചു. ഞാൻ എക്സാം എഴുതാൻ മാത്രമേ പോയിട്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ എനിക്ക് മാത്രമല്ല കിട്ടിയത്, ഞാൻ പറഞ്ഞ ഈ 7 എണ്ണത്തിനും കിട്ടി. ആ ഒരു കാലഘട്ടം കൊണ്ട് എക്സാമിൻ്റെ ആ ഒരു മാസം കൊണ്ട് പലരെയായിട്ട് പുള്ളി മടുത്തു. 4 വർഷമൊക്കെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അവസാനം വരെ കാത്തുനിന്നില്ല. അതിന് മുമ്പ് പലരെയായിട്ട് പുള്ളി ഡിസ്മിസ് ചെയ്തിട്ട് എക്സാം വന്ന് എഴുതിക്കുമോ എന്നൊരൊറ്റ കണ്ടീഷനിൽ എല്ലാവരെയും പറഞ്ഞു വിട്ടു. അവരെല്ലാവരും ഇപ്പോഴും ഉണ്ട് കേട്ടോ. അന്ന് ആ പ്രശ്നങ്ങൾക്ക് കട്ട കൂടെ ഉണ്ടായിരുന്ന എല്ലാ ടീമുകളും ഇപ്പോൾ അതേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരും, പ്രശ്നങ്ങൾ കൂടെ വന്നവരേ ഉള്ളൂ കൂടെ. അല്ല, ഇതിനകത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്ത് പ്രശ്നം അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന അല്ല. 4 പ്രാവശ്യം സസ്പെൻഷനൊക്കെ കിട്ടുന്ന പറയുമ്പോഴേ 3 വർഷം 3 പ്രാവശ്യം വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഈ നാട്ടിൽ പഠിച്ചത് നിങ്ങൾക്ക് അറിയാലോ, വലിയ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ. ഏതെങ്കിലും ഒരെണ്ണം പറ. വാർഡന്റെ റൂമിൽ പടക്കം പൊട്ടിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികൾ. നിസ്സാരം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനേക്കാളൊക്കെ എല്ലാം അപ്പുറത്ത് നമ്മുടെ ആരംഭം ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പൊ തമ്പിയുടെ ഈ പ്രിൻസിപ്പാളും ഈ പരീക്ഷയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ, നമ്മളുടെ സമയത്ത് 10th പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, പേര് പറയുന്നില്ല. അപ്പോൾ ഈ 10th പഠിക്കുന്ന സമയത്ത് പിള്ളേരുടെ എക്സാം, ഈ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് പഠിക്കണുണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്ലാസ് ടീച്ചറും മാത്സ് ടീച്ചറും കൂടിയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ എക്സാമിൻ്റെ തലേദിവസം പറമ്പിൽ ചുട്ട കളിയാണ്. നാളെയാണ് എക്സാം വെച്ചെങ്കിൽ ഇന്ന് രാത്രി 7 മണി വരെ ഇന്ന് കളിക്കും. അപ്പോൾ ഒരുത്തൻ്റെ വീട്ടിലെത്തി എന്നുള്ള മെസ്സേജ് വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ നമ്മുടെ ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളും വേറെ ടീച്ചറും കൂടിയിട്ട് നമ്മൾ പഠിക്കണുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്, അടുത്തത് നിൻ്റെ വീട്ടിലേക്കാടാന്ന് പറഞ്ഞു. ഈ ഗ്രൗണ്ടിൽ ഒറ്റണല്ലോ, ഒക്കെ പല വഴിക്ക് ഓടി. അതിലൊരുത്തം ചെയ്തെന്ന് വെച്ചെങ്കിൽ നേരെ അവൻ വീടിൻ്റെ ബാക്കോടെ കയറിയിട്ട്, അവൻ്റെ വീട്ടിലേക്കാണ് പറഞ്ഞത് ഇവർ 3 പേര്, നേരെ ബാക്കോടെ കയറിയിട്ട് അവൻ വേഗം മേലൊക്കെ കഴുകി. ടീച്ചർ വന്നിട്ട് ബെല്ലടിക്കുമ്പോൾ ആശന് പുസ്തകം എടുത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എന്താ ആരാണോ വന്നത്? അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടാ. ഒരു കാലഘട്ടമല്ലോ ഇതൊക്കെ കഴിഞ്ഞ് ഈ കോളേജ് പഠിത്തം കഴിഞ്ഞു. അത് പിന്നെ ബാംഗ്ലൂർ പോയി. കുറച്ച് നാളൊരു 3 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വേറൊരു ഫേസിൽ ഒരു 3 വർഷം കോളേജ് പഠിപ്പിക്കാൻ പോയി. അപ്പോൾ ആ ഒരു ആംഗിളിൽ കാണുമ്പോൾ പക്ഷെ വേറൊരു വലിയ ഗുണമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കോളേജിലൊക്കെ പോകുമ്പം പിള്ളേർ കാണിക്കുന്ന എല്ലാ ഉടായ്പും നമുക്ക് ഇവരെന്താ കാണിക്കാൻ പോണേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ എക്സാമിനൊക്കെ പോകുമ്പോൾ ഇവൻ എന്താ ചെയ്യാൻ പോണേന്ന് നമ്മളിവിടെ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിലേക്ക് പോകും. പിന്നെ എവിടെ വരെ എത്തും നമുക്കറിയാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ വരുമ്പോൾ അവൻ ബിറ്റ് എടുത്ത് വെച്ച് എഴുതി തുടങ്ങുമെന്ന് അറിയാം. അപ്പോൾ അവിടെ ചെന്ന് നോക്കും, എടുത്ത് കൊണ്ടുപോകും, അങ്ങനെ ഇറക്കി വിടും. അങ്ങനെ 2 ഫേസിലൂടെ കടന്നു പോയതുകൊണ്ട് ആ കാലഘട്ടം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അത് കൊള്ളാം. പാർവതി എന്തോ പറയാൻ വന്നായിരുന്നു ഇതിനിടയിൽ.
ഇല്ല, തമ്പി വാർഡൻ്റെ റൂമിൽ പടക്കം എറിഞ്ഞെന്ന് പറഞ്ഞപ്പോഴാണ് കോളേജിൽ ഫസ്റ്റ് ദീപാവലി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ പൈസ ഇട്ട് പടക്കം മേടിച്ച് കോളേജിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് പൊട്ടിച്ചു. അന്ന് എല്ലാവരും വരും എന്നുള്ളൊരു പ്രതീക്ഷ, വെച്ചാൽ എല്ലാ ബാച്ചും ആഘോഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് തുടങ്ങിയതാ. അന്നപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സ് എല്ലാം കൂടെ വളഞ്ഞ് പിടിച്ച് ആരൊക്കെ ഇറങ്ങി എന്നായി. ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഗേൾസ് സൈഡ് എല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ട്. എല്ലാവരെയും പിടിച്ച് നിരത്തി നിർത്തി എല്ലാവരെയും പ്രിൻസിപ്പളുടെ റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് ക്ലാസ്സിൽ അപ്പോളജി എഴുതി തന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്നായി. അപ്പോളജി വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വരണം. ഞാനന്ന് വല്യച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എനിക്ക് പേടിയായി. പിന്നെ ക്ലാസ്സിൽ വന്ന് നമ്മൾ ID കാർഡ് സഹിതം എല്ലാം മേടിച്ചുകൊണ്ട് പോയി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എക്സാം എഴുതാൻ പറ്റില്ല. എക്സാം അല്ല, ID ക്ലാസ്സിൽ എനിക്ക് കയറണമെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ അപ്പോളജി എഴുതിക്കൊണ്ട് കൊടുക്കണം. നമ്മൾ വിചാരിച്ചു എല്ലാ ബാച്ചുകാരും സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളൊരു ധൈര്യത്തിൽ കയറി എല്ലാവരും പിരിവിട്ട് പോയി, ബോയ്സ് പോയി പടക്കം മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഇറങ്ങി പൊട്ടിച്ചു. നമ്മൾ വിചാരിച്ച് എല്ലാ ബാച്ചുകാരും ഇറങ്ങുമെന്ന്, നമ്മൾ മാത്രം പൊട്ടിച്ച് കിട്ടി. അല്ല, അന്ന് പൊട്ടിച്ചത് പടക്കം തന്നെയല്ലേ? പടക്കം തന്നെ പൊട്ടിച്ചു. ഇത്ര പ്രശ്നമാക്കാനായിട്ട് എനിക്കറിഞ്ഞൂടാ. അത് ബാക്കി എല്ലാരും വരുമെന്ന് വിചാരിച്ചു, സീനിയേഴ്സ് ഒക്കെ ഇറങ്ങുമെന്നൊക്കെ വിചാരിച്ചു. ആരും ഇറങ്ങിയില്ല, നമ്മള് മാത്രം. അന്നത്തോടെ ഏറ്റവും പറയുന്നത്, എപ്പോഴും കേൾക്കാറുള്ള തന്നെ വേർസ്റ്റ് ബാച്ച് ഐ ഹാവ് എവർ സീൻ. എല്ലാ ടീച്ചേഴ്സും പറയുന്നത്. അങ്ങനെ ഒരു പട്ടവും കൂടെ കിട്ടി നമുക്ക്. ഒരു ഗ്യാങ് ആയിട്ട് ഇറങ്ങിയതല്ല, നമ്മള് ക്ലാസ് മൊത്തത്തിൽ പോണേ. പഠിപ്പിച്ചിട്ട് കുറെ എണ്ണം വന്നില്ല. നമ്മളിന്നെ അലമ്പ് ടീംസ് ആയതുകൊണ്ട് വിളിച്ച പാടെ നമ്മൾ ഇറങ്ങിപ്പോയി പൊട്ടിക്ക്. വേറെ ആരെങ്കിലും ഒക്കെ വരുമെന്ന് വിചാരിച്ച് നമ്മൾ മാത്രം ഫ്രണ്ടില് പൊട്ടിച്ചു, കിട്ടി. നമ്മൾ പടക്കം പൊട്ടിച്ചു, അവർ നമുക്ക് പൊട്ടിച്ചു. ഈ പടക്കം പൊട്ടിച്ച കഥ എല്ലാവർക്കും ഉണ്ടല്ലേ ഒരുപാട്. എന്റെ പടക്കം പൊട്ടിച്ചല്ല, പെട്ടെന്ന് നിങ്ങൾ ഈ റാഗിങ്ങിന്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. അത് ഞാനവിടെ ബാംഗ്ലൂര് ചെന്നാര് 2-3 ആഴ്ച കണ്ടാവുന്നതാണ്. അന്ന് കുറച്ച് സീനിയേഴ്സ് റൂമിലേക്ക് വന്നു. പക്ഷെ ഒരു മയത്തിലായിരുന്നു എല്ലാം. പക്ഷെ അവന്മാർ എന്നെ കൊണ്ട് അന്ന് ചെയ്യിപ്പിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ട്രൗസറും ഞാൻ ആ വീട്ടിൽ നിന്ന് അതേ കോലം തന്നെ, ഞാൻ നമ്മൾ ഷർട്ടിൻ്റെ ഉള്ളിൽ ഇടുന്ന ഒരു ബനിയനുണ്ടല്ലോ, ഹാഫ് ബനിയനും ട്രൗസറും ഇട്ട് നിൽക്കുകയാണ്. അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് ഈ നമ്മൾ ചീട്ട് കളിക്കുമ്പോ ചെവിയിലിടുന്ന ഒരു സാധനമില്ലേ, ആ കുണുക്ക്, പുള്ളി അവിടെ ഇരുന്നോണ്ട് തന്നെ ഒരു കുണുക്കുണ്ടാക്കി എന്റെ 2 ചെവിയിൽ ഇട്ട് വന്നു. എന്നിട്ട് അവിടെ ഇരുന്ന ബ്രെഡ് എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറഞ്ഞു. ബ്രെഡ് എന്റെ ചുണ്ടിന്റെ കൊരകനെ പോലെ അവിടെ താഴേക്ക് വെച്ചു. എന്നിട്ട് പുള്ളി എന്നെ എടുത്ത് പറഞ്ഞേ, 4 വീടപ്പുറം ഒരു ചെറിയൊരു കടയുണ്ട്, ചായക്കട. ഞാൻ അവിടെ പോയിട്ട് തേങ്ങ മേടിച്ചിട്ട് വരാൻ. പുള്ളി എനിക്ക് കാശൊക്കെ എടുത്ത് വന്നു. പുള്ളിയോട് മിണ്ടരുത്, നീ അവിടെ പോയി കന്നഡയില് സംസാരിച്ചിട്ട് മേടിച്ചിട്ട് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് കന്നഡ അറിയില്ല ചേട്ടാ. പുള്ളി അപ്പൊ തന്നെ എന്താ പറഞ്ഞത്, തേങ്ങാന്നല്ല വേറെന്തൊരു വാക്ക് അതിൻ്റെ അടുത്ത് പറഞ്ഞ. ആ സമയത്ത് അത് പറഞ്ഞാൽ മതി, അയാൾ സാധനം എടുത്ത് വരും എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റ പാട്. പുള്ളി എന്നെ ആ കുണുക്ക് പിടിച്ചു, ബ്രെഡ് എന്നെ 2 ചുണ്ടിലും കയറ്റി, ഇതേ കോലത്തില് പോയാ മതി, ഇപ്പൊ പോയാ നിന്റെ റാഗിങ് ഇവിടെ നിൽക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ വരൂടാന്ന് പറഞ്ഞു. ഞാൻ ഒന്നും നോക്കിയില്ല. എന്തായാലും അതോടെ തീരണ സംഭവല്ലേ. അവിടെ ചെന്നപ്പോ അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു ഈ കടക്കാരുടെ? അവർക്ക് എനിക്ക് വേണം, അവര് നെവർ മൈൻഡ് ആയിരുന്നു. അവരെന്നെ കണ്ട് അവിടെ ഒന്നാമത് ആ സ്ട്രീറ്റിൽ മൊത്തം കുരങ്ങന്മാരെ ശല്യം. അതിലേതൊരു കുരങ്ങൻ വന്ന് രണ്ട് തേങ്ങ മേടിച്ചു. അവർ എക്സ്ട്രാ എന്തെങ്കിലും കപ്പലണ്ടോ പാടെങ്കിലും ഒന്നും തന്നില്ല. അല്ല, അയാൾക്ക് കണ്ടിട്ട് മനസ്സിലായിണ്ടാവില്ല ചിലപ്പോ. ജീവി. അപ്പൊ എന്തായാലും തമ്പി ഇത് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പാട്ടാണോ തമ്പി പാടാൻ പോണേ? ഇല്ലടോ, അത് കണക്ട് ചെയ്തിട്ടുള്ള പാട്ടുകൾ വളരെ കുറവല്ലേ. പടക്കം എറിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണോ? മൂടിന് പറ്റിയൊരു പാട്ട് പാടാം. ഓക്കെ. എഴുതിരി വിളക്കിൻ്റെ മുൻപിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്? എഴുതിരി വിളക്കിൻ്റെ മുൻപിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്? കനകമഞ്ചാടി പോലെ
അഴകു തൂകുമീ നേരം ഏതൊരോർമ്മയിൽ നിന്നു നീ ആരെ തേടുന്നു ഗോപികേ കിനാവിലെ മനോഹരി മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവിലെ മനോഹരി മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ. അപ്പോൾ കലാലയ ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങും തീരില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പോൾ അതിനകത്തുള്ള ചെറിയ ചെറിയ നല്ല നല്ല നിമിഷങ്ങളും മറക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങളൊക്കെയാണ് നമ്മളോടൊപ്പം പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള പുതുമയാർന്ന എപ്പിസോഡുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ്, ടീം തട്ടുംപുറം, അളിയൻ്റെ റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.